പറഞ്ഞു കേട്ടിട്ടുണ്ട്. പത്മരാജന് ശരിക്കും ഹിമാലയത്തിൽ മോഹൻലാലിനൊപ്പം ആഗ്രഹം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടി പോണെന്ന് വേറെ ആരോ കൂടി ഉണ്ടായിരുന്നു, ആരാന്ന് ഓർമ്മയില്ല. പോണെന്ന് ആഗ്രഹിച്ചിരുന്നാണ് രണ്ടുപേരും കൂടി യാത്ര ചെയ്യണം. ഒരു ആത്മീയ യാത്ര എന്നുള്ള അർത്ഥത്തിലായിരുന്നു അതിനെ. നടന്ന് പോവുക നടന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. ലാലിന് കുറച്ചുകൂടി ഓർമ്മയുണ്ടാവും, എനിക്ക് ഓർമ്മ കുറവാണ്. മരണശേഷമൊക്കെ എങ്ങനെയായിരുന്നു ലാലേട്ടന്റെ ഒക്കെ ഒരു സമീപനമൊക്കെ? ലാല് ഈ പറഞ്ഞ പോലെ വളരെ നാണം കുണിങ്ങി, അങ്ങനെ എവിടെയും കയറിപ്പോവുക അങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ എന്നല്ലാതെ. ലാലിനെ അദ്ദേഹം മരിച്ചതിന് ശേഷം എല്ലാപ്പോഴും വരുന്നത് ലാലിന്റെ അമ്മയായിരുന്നു, ശാന്ത ചേച്ചി. ഇടയ്ക്കിടയ്ക്ക് ഒരു 10 ദിവസം കൂടുമ്പോൾ ഇവിടെ വരും. കൈ നിറച്ചെന്തെങ്കിലും കുട്ടികൾക്ക് തിന്നാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനെ അവർ വയ്യാതെ ആവുന്നത് വരെ. ഒരിക്കൽ ഇവിടെ വന്ന് പോണ സമയത്താണ്, കാറിൽ വെച്ചാണ് അവർക്ക് ഒരു സ്ട്രോക്ക് പോലെ വന്നത്. പിന്നെ എറണാകുളത്തായിരുന്നു. അത് വിവരറിഞ്ഞ് അമ്മയുടെ പിറന്നാളിന് എന്നെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എറണാകുളത്ത് പോയിരുന്നു. 86-ാം പിറന്നാൾ 84-ാം പിറന്നാളിനോ മറ്റേ എറണാകുളത്ത് ഞാൻ പോയിരുന്നു. ഞങ്ങൾ തമ്മിലൊരു വല്ലാത്തൊരു എന്താ പറയണ്ട, അവർക്ക് എന്നോടുള്ള സിമ്പതിയോ എന്താണെന്ന് അറിഞ്ഞൂടാ. വളരെ ഇഷ്ടമാണ്. ലാലിനും പത്മരാജനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇവർക്കും അദ്ദേഹത്തിനും വലിയ ഇഷ്ടമായിരുന്നു. ആരെങ്കിലും ഒക്കെ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. പ്രിയദർശന്റെ ഒരു ആ ട്രെയിനിലൊക്കെ പോകുന്ന പടം മമ്മൂട്ടി അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, നമ്പർ 20 മദ്രാസ് മെയിലെ. അദ്ദേഹത്തിനെ നിർബന്ധിച്ച് വിളിച്ചതാ. ഞാനാണ് പോകാൻ സമ്മതിക്കാത്ത. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊരു വിട്ടിത്തരമായി കാണിച്ചെന്ന്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന വലിയ എന്താ പറയുക, എന്റെ ഒരു സ്വാർത്ഥത എന്നൊക്കെ വേണമെച്ചാൽ പറയാം. ഇഷ്ടമായിരുന്നില്ല. അല്ല, പെണ്ണുങ്ങളുടെയൊക്കെ കൂടെ അഭിനയിക്കൂലോ, അത് ഇഷ്ടമായിരുന്നില്ല. സത്യം പറഞ്ഞ അതാണ്. അങ്ങനെ ഒരു പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഇല്ലാതിരിക്കോ? ഒന്നാമത് പ്രേമവിവാഹമാണ്, അദ്ദേഹം വളരെ ചെറുപ്പമാണ്. അപ്പം പേടിയാണ് മനസ്സിന്. ഗോസിപ്പുകളൊക്കെ ഒരുപാട്. അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല, നമുക്കറിയാം സത്യമല്ലാന്നേ. ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ആരെങ്കിലും കൂടെ നിൽക്കുന്നവരെയൊക്കെ വിളിച്ച് ചോദിച്ചോ? അതിന്റെ ആവശ്യമില്ല. എന്താ വെച്ചാ എന്ത് നടന്നാലും ഞാൻ അറിഞ്ഞിരിക്കും. അദ്ദേഹം തന്നെ പറയും. എനിക്കറിയാം, ഒന്നാമത് ഇദ്ദേഹത്തിന് പെണ്ണുങ്ങളോട് സംസാരിക്കാനേ ഭയങ്കര മടിയാ. മാത്രമല്ല സ്ത്രീകളെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര മടിയാ. അങ്ങനെ ആ പത്മരാജനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒഫീഷ്യലായിട്ടുള്ള ബന്ധങ്ങളല്ലാതെ വേറെ യാതൊരു ബന്ധവും എവിടെയും ഇല്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. ബീനയൊക്കെ ഒരിക്കൽ, ബീന എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു. എന്താണ് ഏത് പടം എന്ന് എനിക്ക് ഓർമ്മയില്ല. IV ശേഷി ഒരു മുറിയിലും പത്മരാജൻ ഒരു മുറിയിലും ഉണ്ടായിരുന്നു. അപ്പൊ ആ പടത്തിൽ അഭിനയിക്കാനായിട്ട് IV ശേഷിയുടെ ഏതോ പടമാണെന്ന് തോന്നുന്നു, കുറെ പെൺകുട്ടികൾ വന്നു. അപ്പൊ അവർക്ക് താമസിക്കാൻ മുറിയില്ല. അപ്പൊ എന്ത് ചെയ്തു, പത്മരാജന്റെ മുറി അവിടെ കൊടുത്തിട്ട് പത്മരാജൻ IV ശേഷിയുടെ മുറി പോയി കിടന്നു. ഇതിനാണ് പത്മരാജന്റെ മുറിയിൽ 3 പെൺകുട്ടികൾ